സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ നിന്നും ഒഴിവാകാൻ ടീകോമിന് നഷ്ടപരിഹാരം നൽകേണ്ടതില്ല. വ്യവസ്ഥ അനുസരിച്ച് ടീകോമിൽ നിന്നാണ് സർക്കാർ നഷ്ടപരിഹാരം ഈടാക്കേണ്ടത്. ഉമ്മൻചാണ്ടി സർക്കാർ ഒപ്പിട്ട കരാർ VS അച്യുതാനന്ദന്റെ കാലത്ത് പൊളിച്ച് എഴുതിയിരുന്നുവെന്ന് അന്നത്തെ IT ഉപദേഷ്ടാവ് ജോസഫ് സി മാത്യു പറയുകയാണ്. അദ്ദേഹത്തിന്റെ പ്രതികരണം ആദ്യം കേൾക്കാം. ഇപ്പോൾ അവർ ചെയ്യേണ്ട കാര്യങ്ങളിൽ വീഴ്ച വരുത്തിയ ശേഷം അവർ പറഞ്ഞ് ഒഴിവാക്കുമ്പോൾ എന്തൊക്കെയാണ് ഗവൺമെൻറ്റിന് നഷ്ടപരിഹാരമായി സ്വീകരിക്കാവുന്നതെന്നുള്ളതും കരാറിൽ വ്യവസ്ഥയുണ്ട്. അപ്പോൾ അതിൽ പല ഓപ്ഷനുകൾ അത് ഗവൺമെൻറ് ഡിസ്ക്രിപ്ഷനായിട്ട് പറയുന്നുണ്ട്. ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് നമ്മൾ പരിശോധിച്ചാൽ കരാറിലെ ക്ലോസ് 7.2.2 ആണ് ക്ലോസ് നമുക്ക് ഇൻവോക്ക് ചെയ്യാം. അതിൻ്റെ C എന്ന് പറയുന്ന കണ്ടീഷൻ നമ്മൾ ഇൻവോക്ക് ചെയ്താൽ നമുക്ക് നാളിതുവരെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ രൂപത്തിലോ മറ്റ് കോസ്റ്റായിട്ടോ ഒക്കെ നമുക്ക് വന്നിരിക്കുന്ന എല്ലാ നഷ്ടവും ടീകോമിൽ നിന്ന് റിക്കവർ ചെയ്യുക. അത് നമുക്ക് തോന്നുന്നതല്ല. നമ്മളൊരു ഇരു കൂട്ടരും കൂടെ ആക്കുന്ന ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് നമുക്കുണ്ടായ നഷ്ടം വിലയിരുത്തുകയും ആ നഷ്ടം ടീകോമിൽ നിന്ന് ഈടാക്കുകയും ചെയ്ത ശേഷം അവരെ ഇവിടുന്ന് പറഞ്ഞു വിടുക എന്നുള്ളതാണ് സർക്കാർ ഇപ്പോൾ ചെയ്യേണ്ട കാര്യം. പക്ഷേ ഇപ്പോഴത്തെ ക്യാബിനറ്റ് ഡിസിഷൻ പരിശോധിച്ച് കഴിഞ്ഞാൽ ടീകോമിന് നഷ്ടപരിഹാരം നൽകേണ്ടത് സംബന്ധിച്ച് ഇവാലുവേറ്റ് ചെയ്യാൻ ആരെയോ ഏൽപ്പിക്കുകയെന്നാണ്. അപ്പോൾ നഷ്ടപരിഹാരം അങ്ങോട്ടാണ് കൊടുക്കേണ്ടതെന്ന് നമ്മൾ തത്വത്തിൽ അംഗീകരിച്ചു എന്നുള്ള രീതിയിലാണ് ഈ പറയുന്നത്. അത് കരാറിലെ വ്യവസ്ഥയ്ക്ക് വിരുദ്ധമാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇപ്പോൾ തന്നെ നമുക്കാണ് നഷ്ടം ഉണ്ടായത്, അവർക്കല്ല. അപ്പോൾ അതിനുള്ള നടപടിയാണ് സർക്കാർ ചെയ്യുന്നത്. അമൽ തേനംപറമ്പിൽ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾ നൽകാൻ. അമൽ, 2007 സ്മാർട്ട് സിറ്റി കരാറുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുമ്പോൾ വസ്തുതകൾ പുറത്തേക്ക് വരുന്നുണ്ട്. കാരണം പദ്ധതി ഏതെങ്കിലും തരത്തിൽ നടപ്പായില്ല എങ്കിൽ അതിന്റെ നഷ്ടപരിഹാരം ഈ കമ്പനിയിൽ നിന്നാണ് ഇങ്ങോട്ട് സർക്കാർ നൽകേണ്ടത്. പക്ഷേ ഇവിടെ മറിച്ചാണ് സംഭവിക്കുന്നത്. ഈ ലക്ഷ്യവും ഒപ്പം നേട്ടമുണ്ടോ ഈ രണ്ട് തലങ്ങൾ പരിശോധിക്കുമ്പോൾ അടിമുടി ദുരൂഹതയാണ് കാണാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ സർക്കാർ നഷ്ടപരിഹാരം നൽകുക വഴി വഴിവിട്ട് സഹായിക്കുകയാണോ കമ്പനിയെ? അങ്ങനെയെങ്കിൽ ആരാണ് ഈ താല്പര്യം രംഗത്തേക്ക് വരുന്നത്? എന്തൊക്കെയാണ് ഇപ്പോൾ അന്നത്തെ IT ഉപദേഷ്ടാവായിരുന്ന ജോസഫ് സി മാത്യുവിന്റെ വാക്കുകൾ കൂടി പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്? പ്രതീക്ഷ, വികസനത്തിന്റെ അവസാന ബസ്, അങ്ങനെയാണ് സ്മാർട്ട് സിറ്റി പദ്ധതി അന്ന് വിശേഷിപ്പിച്ചിരുന്നത്. എന്തായാലും ആ ബസ് ഇപ്പോൾ ഓട്ടം നിലച്ചു കിടക്കുന്ന അവസ്ഥയാണ്. ആ പദ്ധതി ഇനിയിപ്പോൾ എങ്ങനെ മുന്നോട്ട് പോകുമെന്നറിയാത്ത വലിയ തോതിലുള്ള പ്രതിസന്ധി നേരിടുന്നു. അപ്പോൾ ആ പദ്ധതിയിൽ നിന്നും ടീകോം കമ്പനി പിന്മാറുകയാണ് എന്നുള്ളതാണ് ഏറ്റവും അവസാനം വരുന്ന വാർത്ത. ടീകോം കമ്പനിയെ സമ്മർദ്ദം ചെലുത്തി സർക്കാർ അതിൽ നിന്നും പിന്മാറ്റുന്നു എന്ന തരത്തിലാണ് അതിനെ വ്യാഖ്യാനിക്കപ്പെടുന്നത്. അങ്ങനെയാണ് എങ്കിൽ കൂടി എന്തിന് ടീകോം കമ്പനിക്ക് നഷ്ടപരിഹാരം കൊടുത്തു പറഞ്ഞയക്കണം എന്നുള്ളതാണ് ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അത് എത്രത്തോളം തുക വരുമെന്നുള്ള കാര്യം നിശ്ചയിക്കാൻ വേണ്ടി ഒരു പ്രത്യേക സംവിധാനം ഉണ്ടാക്കാനും ഇപ്പോൾ സർക്കാരിന് തീരുമാനമുണ്ടായിട്ടുണ്ട്. ഇന്നലത്തെ മന്ത്രിസഭാ യോഗ തീരുമാനം വരുമ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള വാർത്താക്കുറിപ്പിൽ പല തീരുമാനങ്ങളുടെ ഇടയിലായി ചെറിയൊരു തീരുമാനമായാണ് ഈ വിവരം ഉൾപ്പെടുത്തിയിരുന്നത്. ടീകോമുമായി ബന്ധപ്പെട്ട, സ്മാർട്ട് സിറ്റിയുമായി ബന്ധപ്പെട്ട ടീകോമിന്റെ പിന്മാറ്റം ഉൾപ്പെടുത്തിയിരുന്നത്. അതിൽ പറഞ്ഞിരിക്കുന്നത് ടീകോമിന് നഷ്ടപരിഹാരം നൽകാനായി പ്രത്യേക സംവിധാനം ഉണ്ടാക്കണമെന്നാണ്. എങ്കിൽ ടീകോമിന് നഷ്ടപരിഹാരം നൽകേണ്ട യാതൊരുവിധ ആവശ്യവുമില്ല എന്നുള്ളത് 2007 കരാറിൽ കൃത്യമായി പറഞ്ഞു വെച്ചിരിക്കുന്നു. ആ കരാറിൽ ദുബായ് ഹോൾഡിംഗ്സ് എന്ന് പറയുന്ന സ്മാർട്ട് സിറ്റിയുടെ മാതൃ കമ്പനി, ആ കമ്പനിയുമായി വെച്ചിരിക്കുന്ന കരാറിൽ പറഞ്ഞിരിക്കുന്നത് ഈ പദ്ധതി എന്തെങ്കിലും കാരണവശാൽ തടസ്സപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുമുള്ള വീഴ്ച, അതായത് സ്ഥലമേറ്റെടുപ്പ് അടക്കമുള്ള വിഷയങ്ങളിൽ അല്ലെങ്കിൽ വൈദ്യുതി എത്തിക്കുന്നത് അടക്കമുള്ള വിഷയങ്ങളിൽ എന്തെങ്കിലും വീഴ്ച സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടെങ്കിൽ സർക്കാർ നഷ്ടപരിഹാരം കമ്പനിക്ക് നൽകണം, അതായത് ടീകോം കമ്പനിക്ക് നൽകണം. അല്ല എങ്കിൽ ഈ കമ്പനിയുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും വീഴ്ച ഉണ്ടായിട്ടാണ് ഈ പദ്ധതി വൈകുന്നത് എങ്കിൽ കമ്പനിയിൽ നിന്നും നഷ്ടപരിഹാരം ഈടാക്കാം. അതിന് 6 മാസത്തെ നോട്ടീസ് പീരീഡിന് മാത്രം ആവശ്യമുള്ളൂ എന്നുള്ള കാര്യം കൃത്യമായി പറയുന്നു. അവരെ അതിൽ നിന്നും പുറത്താക്കുന്നതിനായി മറ്റ് മാനദണ്ഡങ്ങളൊന്നും നോക്കേണ്ടതില്ല എന്നുള്ള കാര്യം കൃത്യമായി തന്നെ ഇതിൽ പറഞ്ഞു വെക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഇപ്പോൾ ആ കമ്പനിക്ക് നഷ്ടപരിഹാരം അങ്ങോട്ട് കൊടുത്ത് പറഞ്ഞുവിടാൻ ഒരു തീരുമാനമുണ്ടായിരിക്കുന്നത്. VSന്റെ കാലത്ത് തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൃത്യമായ കാര്യങ്ങൾ ഇതിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഈ കരാറുമായി ബന്ധപ്പെട്ട് കരാറിലെ ആർട്ടിക്കിൾ 7.2.2 എന്ന് പറയുന്ന ഇവിടം മുതൽ കൃത്യമായി തന്നെ ഈ കരാറിൽ നിന്നും ഏതെങ്കിലും ഒരു കക്ഷി പിന്നോട്ട് പോവുകയാണെങ്കിൽ നഷ്ടപരിഹാരം ഈടാക്കുന്നതിനെ സംബന്ധിച്ച് മാത്രം കൃത്യമായ കാര്യങ്ങൾ എടുത്തു പറയുന്നുണ്ട്. ആ വ്യവസ്ഥകൾക്കെല്ലാം വിരുദ്ധമായാണ് ഇപ്പോൾ സർക്കാർ ടീകോം കമ്പനിക്ക്. മാത്രമല്ല, ഈ കമ്പനി നടത്തിയ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് അതൊക്കെ തിട്ടപ്പെടുത്തുമ്പോൾ ഒരു കണക്ക് വലിയൊരു തുക ആ പട്ടികയിലേക്ക് വരികയല്ലേ? അത് എവിടെ നിന്നും കണ്ടെത്തും? കാരണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സർക്കാരിനെ സംബന്ധിച്ചോളം സാമ്പത്തികമായിട്ട് ദുർബലാവസ്ഥയിൽ നിൽക്കുന്ന സമയമൊക്കെയാണ്. അപ്പോൾ അതിനി അധികമായിട്ടൊക്കെ തുക കണ്ടെത്തുക, അതൊക്കെ വല്ലാത്ത ഒരു തീരുമാനത്തിലേക്ക് പോകില്ലേ?
സർക്കാർ എന്തായാലും നഷ്ടപരിഹാരം കൊടുത്തു പറഞ്ഞു വിടാനൊരു തീരുമാനമാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. മറ്റ് ഇൻവെസ്റ്റേഴ്സിനെ ക്ഷണിക്കുമെന്നുള്ള കാര്യവും പറയുന്നുണ്ട്. പദ്ധതി എന്തായാലും നിലച്ച് കിടക്കുന്ന അവസ്ഥയാണ്. സമീപ പ്രദേശത്തുള്ള ഇൻഫോ പാർക്ക് ആണെങ്കിലും മറ്റ് IT പാർക്കുകളൊക്കെ വികസനത്തിൽ അതിവേഗം മുന്നോട്ട് പോകുമ്പോഴും സ്മാർട്ട് സിറ്റി കേരളത്തിന്റെ വികസന വിപ്ലവം എന്ന് പ്രഖ്യാപിച്ച് നടപ്പാക്കാൻ ആരംഭിച്ച ഒരു പദ്ധതിയാണ്. ആ പദ്ധതി പാതി വഴിയിൽ നിലച്ചു കിടക്കുന്നു. തുടക്കം മുതൽ തന്നെ ഇത് റിയൽ എസ്റ്റേറ്റ് കച്ചവടമാണ് എന്നുള്ള വിമർശനം ഉയർന്നിരുന്നു. പക്ഷേ അതല്ല എന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്തിയാണ് തങ്ങൾ ഈ പദ്ധതി അവതരിപ്പിക്കുന്നത് എന്നുള്ളതായിരുന്നു മാറി മാറി വന്ന സർക്കാരുകൾ പറഞ്ഞിരുന്നത്. സ്മാർട്ട് സിറ്റി പോലത്തെ പദ്ധതി അനിവാര്യമാണ് എന്നുള്ള കാര്യം മുഖ്യമന്ത്രി അടക്കം വീണ്ടും പറഞ്ഞു വെക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു പിടിയുമില്ല. മാത്രമല്ല നിലവിൽ കരാർ ഒപ്പിട്ട കമ്പനിക്ക് വലിയ മെച്ചമാണ്. പ്രത്യേകിച്ച് അവിടെ സംസ്ഥാന സർക്കാരിന് നേട്ടമുണ്ടാക്കാൻ പരുവത്തിന്, സാമ്പത്തിക വരുമാനം ഉണ്ടാക്കാൻ പരുവത്തിനുള്ള ഒരു വികസനവും അല്ലെങ്കിൽ പദ്ധതിയുടെ പുരോഗതി ഒന്നും നടക്കുന്നില്ല. എന്തെങ്കിലും പ്രത്യേകിച്ച് അവിടെ നിന്നും വരുമാനം സംസ്ഥാന സർക്കാരിന് ലഭിക്കുന്നുമില്ല. പക്ഷേ അങ്ങനെ ഒന്നും ചെയ്യാതിരുന്നിട്ട് കൂടി ആ കമ്പനിക്ക് അങ്ങോട്ട് പൈസ കൊടുത്ത് കമ്പനിക്ക് പൈസ നൽകി അവരെ ഇവിടെ നിന്നും പറഞ്ഞയക്കണം എന്നുള്ളതാണ് പറയുന്നത്. രാജ്യത്തിന് പുറത്ത് നിക്ഷേപം നടത്തേണ്ട എന്നുള്ളതാണ് ദുബായ് ഹോൾഡിംഗ്സ് എന്ന് പറയുന്ന കമ്പനിയുടെ പുതിയ തീരുമാനം. അപ്പോൾ സ്വാഭാവികമായും നിക്ഷേപം നടത്തി വലിയൊരു പദ്ധതിയായിട്ടാണ് ഇത് അവതരിപ്പിച്ചത്. പല സർക്കാരുകളുടെ കാലത്തും ഇടതുപല സർക്കാർ കാലത്തുമൊക്കെ തന്നെ വലിയ വിവാദങ്ങൾക്കൊക്കെ വഴിവെച്ച ഒരു പദ്ധതിയാണ്. അപ്പോൾ ആ പദ്ധതിയിന്മേൽ ഒരു പ്രധാനപ്പെട്ട ഒരു കമ്പനി ഇത്രയധികം നമുക്ക് അല്ലെങ്കിൽ ഒരു ലക്ഷ്യം വെച്ച അല്ലെങ്കിൽ വരുമാനം പ്രതീക്ഷിച്ച, തൊഴിലവസരങ്ങൾ പ്രതീക്ഷിച്ച ഒരു പ്രോജക്റ്റാണ്. അപ്പോൾ ആ പ്രോജക്റ്റിൻ്റെ ഒരു കമ്പനി പിന്മാറ്റം നടത്തുമ്പോൾ അത് വലിയ ഒരു വിഷയമായി കണ്ടുകൊണ്ട് കൂടിയാലോചനകൾ വേണമായിരുന്നു. ഒരുപക്ഷേ സർക്കാർ തലത്തിലൊപ്പം തന്നെ പൊളിറ്റിക്കലി ആണെങ്കിലും LDFിലൊക്കെ തന്നെ ഒരുപക്ഷെ ചർച്ചകൾ നടത്തേണ്ട ഒരു വിഷയമാണ്. കാരണം ഇതിൽ പ്രതിപക്ഷം ഇതിനോടകം വലിയൊരു രാഷ്ട്രീയ ആയുധമാണ് ഇപ്പോൾ പുറത്തേക്ക് വിട്ടിരിക്കുന്നത്. കാരണം എന്തുകൊണ്ട് ഈ പുതിയ കമ്പനികളൊക്കെ തന്നെ ക്ഷണിക്കുമ്പോൾ സർക്കാരിന് മറ്റെന്തെങ്കിലും ലക്ഷ്യമുണ്ടോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത്. അപ്പോൾ കാര്യങ്ങളെ ലാഘവത്തോടു കൂടിയാണോ സർക്കാർ കണ്ടത് എന്ന ആരോപണം കൂടി നിഴലിക്കുകയാണോ? അതായത് ഭൂമി കച്ചവടം, അതോടൊപ്പം തന്നെ നേരത്തെ തന്നെ ഉയർന്നു വന്നിരുന്ന റിയൽ എസ്റ്റേറ്റ് ആരോപണമുണ്ട്. അത് അതുപോലെ തന്നെ പ്രതിപക്ഷം വീണ്ടും ആവർത്തിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇതിന് പിന്നിൽ വലിയ തോതിലുള്ള അഴിമതി ഉണ്ട് എന്നുള്ളൊരു ആരോപണം പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. രമേശ് ചെന്നിത്തലയാണെങ്കിൽ ഇത് സംബന്ധിച്ച മുൻ കരാറുകളുടെ വിശദാംശങ്ങളടക്കം പുറത്തേക്ക് വിട്ടുകൊണ്ടുള്ള ഒരു പ്രതികരണം ഡൽഹിയിൽ നടത്തുകയും ചെയ്തു. ആ പുറത്തുവിട്ട രേഖയിൽ കാര്യങ്ങൾ കൃത്യമായി തന്നെ രമേശ് ചെന്നിത്തല പുറത്തുവിട്ട രേഖയിൽ കാര്യങ്ങൾ കൃത്യമായി പറയുന്നുണ്ട്. ഈ കമ്പനിക്ക് പണം കൊടുത്ത് ഇവിടെ നിന്നും ഈ പദ്ധതിയിൽ നിന്ന് പിന്മാറ്റേണ്ട യാതൊരു ആവശ്യവുമില്ല. പിന്നെ എന്തിനാണ് അങ്ങനെ പണം കൊടുത്ത് മാറ്റുന്നത്? മാത്രമല്ല അങ്ങനെ ഈ പറയുന്ന ടീകോം കമ്പനിയെ ഈ സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ നിന്നും ഒഴിവാക്കിയിട്ട് അവിടെ കിടക്കുന്ന 246 ഏക്കർ സ്ഥലമുണ്ട്. ആ സ്ഥലം എന്ത് ചെയ്യാൻ പോവുകയാണ് എന്ന കാര്യത്തിൽ പോലും സർക്കാർ ഒരു വ്യക്തത നൽകുന്നില്ല. ആ പുതിയ ഇൻവെസ്റ്റേഴ്സിനെ ക്ഷണിച്ചുകൊണ്ട് പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് പറയുമ്പോൾ പോലും അതിൽ കൃത്യമായ ഭൂമി കച്ചവടത്തിനുള്ള നീക്കം നടക്കുന്നുണ്ട് എന്നൊരു ആരോപണം പ്രതിപക്ഷം ഉയർത്തുകയാണ്. വരും ദിവസങ്ങളിൽ എന്തായാലും വലിയ രാഷ്ട്രീയ ചർച്ചാ വിഷയമായി ഇത് മാറുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട പ്രതീക്ഷ.